ഹായ് ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയുടെ റെസിപ്പിയാണ് ഗോതമ്പ് ദോശ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഇവിടെ ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. അതിലേക്ക് ഞാൻ ആ സെയിം കപ്പ് അളവിൽ തന്നെയാണ് വെള്ളം ആഡ് ചെയ്യുന്നത് കേട്ടോ. ഗോതമ്പ് പൊടി എടുത്ത ആ സെയിം കപ്പ് തന്നെയാണ് നമ്മൾ ആ വെള്ളം ആഡ് ചെയ്തിട്ട് ഞാൻ ഒരുമിച്ച് വെള്ളം ആഡ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുമ്പോൾ കട്ട പിടിക്കത്തില്ല, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്യുമ്പോൾ കട്ട കയറും. അതുകൊണ്ട് പിന്നെ നമുക്ക് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി കുറച്ച് പാൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പാൽ ആഡ് ചെയ്യുമ്പോൾ ദോശയ്ക്ക് നല്ല ഒരു രുചിയായിരിക്കും, ഗോതമ്പ് ദോശയ്ക്ക്. പിന്നെ നമുക്ക് ഇനി രുചി കൂട്ടാൻ ഇനിയൊരു കാര്യങ്ങളും കൂടെ ഞാൻ ചെയ്യുന്നുണ്ട് ഇതിലേക്ക്. അപ്പോൾ ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ, കാരണം കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാൻ മിക്സിയുടെ ആവശ്യം വരത്തില്ല കേട്ടോ. കണ്ടോ, നല്ലൊരു കൺസിസ്റ്റൻസി തന്നെ കിട്ടും. അപ്പോൾ ഞാൻ എന്തുവാന്നല്ലേ ആഡ് ചെയ്യുന്നത്, ഇത് ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, പിന്നെ മല്ലിയില, ഇതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല രുചിയാണ് ഗോതമ്പ് ദോശയ്ക്ക്. ഇനി നമുക്ക് ഇത് ദോശക്കല്ലിൽ പരത്തിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ദോശക്കല്ലിൽ ഒഴിക്കുമ്പോൾ തീ ലോ ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പരത്തി കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ ഇത് കണ്ടോ, ആ വൈറ്റ് ഭാഗം എല്ലാം മാറി ഇതുപോലെ ഒരു ഇതായി കഴിയുമ്പോൾ വെന്തെന്ന് കറക്റ്റ് ആവത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ അത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അത് ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾ ചെയ്യുമ്പോൾ. പിന്നെ നിങ്ങൾക്ക് നെയ്യോ പിന്നെ എണ്ണയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പക്ഷേ ഞാനിതൊരു ഹെൽത്തി ദോശ ആയതുകൊണ്ടാണ് ഞാൻ അതൊന്നും ആഡ് ചെയ്യാതിരുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ ചെറിയുള്ളിയൊക്കെ ആഡ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റാണ് ദോശയ്ക്ക് കിട്ടുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് സാമ്പാർ, ചമ്മന്തി, തക്കാളി ചട്നി എന്താണെങ്കിലും നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ. പിന്നെ ചിക്കൻ കറി ആണെങ്കിലും നല്ലതാണ്. അപ്പം എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീണ്ടും നമുക്ക് പുതിയ റെസിപ്പി ആയിട്ട് കാണാം. ബൈ ബൈ.